Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ മസാല ചിപ്സിന്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്ക് എന്ന പോലെ വലിയവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു ചിപ്സ് റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പൊട്ടാറ്റോ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇത് സ്ലൈസ് ചെയ്യുന്ന കട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോസ് എല്ലാം നല്ല തിന്നായിട്ട് ഇവിടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോസ് എല്ലാം ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ സ്ലൈസസ് എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കാം. പതിനഞ്ച് മിനിറ്റ് ആയിക്കഴിഞ്ഞു. ഇനി ഒരു 2 പ്രാവശ്യം കൂടി നമുക്ക് ഈ പൊട്ടാറ്റോസ് എല്ലാം ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞു വെക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോട്ടൺ തുണിയിൽ വെച്ച് ഉണക്കിയെടുക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നമുക്കൊരു ടിഷ്യൂ വെച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഈ പൊട്ടാറ്റോസ് എല്ലാം ഡ്രൈ ആയ ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോരോ സ്ലൈസായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ ഉള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലാസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ ചാറ്റ് മസാല പൊടിയാണ് ചേർക്കുന്നത്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ചാറ്റ് മസാല ചേർക്കുന്ന കാരണം നമ്മുടെ ഈ പൊട്ടാറ്റോ ചിപ്സ് നല്ലൊരു പുളിപ്പായിട്ടുണ്ടാവും. ലേസൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി മസാലാസ് നമുക്ക് ഈ ചിപ്സിനകത്തേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മസാല പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയും ആണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.